റമദാനിൽ വ്രതം അനുഷ്ഠിക്കുന്നത് പോലെ തന്നെ പരമപ്രധാനമാണ് നോമ്പ് തുറക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അത് പ്രവാസി സംഘടനകളുടെ നേതൃത്വത്തിലാണെങ്കിലും സർക്കാർ സംവിധാനങ്ങളുടെ നേതൃത്വത്തിലാണെങ്കിലും ഒക്കെ ഗൾഫ് രാജ്യങ്ങളിൽ എല്ലായിടത്തും ഇതുപോലെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇത് ഷാർജ റോളയിൽ ഷാർജ KMCC ഒരുക്കിയിട്ടുള്ള റമദാൻ ടെന്റാണ്. ഒരു ദിവസം 1500ഓളം പേർക്കാണ് ഇവിടെ നോമ്പ് തുറക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നത്. കർമ്മനിരതരായിട്ടുള്ള പ്രവർത്തകർ വൈകുന്നേരം ഉച്ചയോടുകൂടി തന്നെ ഇവിടെ എത്തും. 2 മണിയോടുകൂടി തന്നെ എത്തും. വൈകുന്നേരമാകുമ്പോഴേക്കും നോമ്പ് തുറക്കാനുള്ള എല്ലാ വിഭവങ്ങളും ഇവിടെ എത്തുന്ന വിശ്വാസികൾക്ക് വേണ്ടി അവർ ഒരുക്കിയിട്ടുണ്ടാകും. അദ്ദേഹം സാധാരണക്കാരുടെ കൂടെ തന്നെ ഈ ജാതിമത വ്യത്യാസമോ അല്ലെങ്കിൽ രാജ്യങ്ങളുടെ വേർതിരിവോ അങ്ങനെ ഒന്നും ഉണ്ടാകില്ല. വൈകുന്നേരമാകുമ്പോഴേക്കും നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോഴേക്കും ഏത് ദേശക്കാർക്ക് എവിടെയുള്ള ആളുകൾക്കും ഇതുപോലുള്ള ഇഫ്താർ ടെന്റുകളിൽ വരാം. അവിടെയുള്ള സൗകര്യങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ടാകും. അവിടെ വന്ന് പ്രാർത്ഥിച്ച് നോമ്പ് തുറന്ന് മനസ്സ് പടച്ചവനിൽ അർപ്പിച്ച് സന്തോഷത്തോടുകൂടി അവർക്ക് തിരിച്ചു പോകാം. ആദ്യ ദിവസം എല്ലായിടത്തും ഇഫ്താർ ടെന്റുകളുടെ ഉദ്ഘാടനവും മറ്റ് ചടങ്ങുകളും ഒക്കെ നടക്കുന്നുണ്ട്. പല മേഖലകളിൽ നിന്നുമുള്ള പ്രമുഖരാണ് അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ നിർവഹിച്ചത്. 34 വർഷമായിട്ട് ഞാനിവിടെ UAE വന്ന ദിവസം തൊട്ട് KMCC ദുബായും ശരി ഷാർജയിലും ശരി അതിൻ്റെ പ്രവർത്തനത്തിൽ എൻ്റെ മനസ്സും കൂടി എപ്പോഴും ഉള്ളതാണ് സംഭവം. വരുന്ന ആൾക്കാർക്ക് ബിരിയാണി കൊടുക്കുക, അല്ലെങ്കിൽ ഫ്രൂട്ട്സുകൾ കൊടുക്കുക, അല്ലെങ്കിൽ ഇതപ്പഴം കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, ഇസ്ലാമികപരമായിട്ടുള്ള ഒരു കൾച്ചറാണ്. ആ കൾച്ചർ എന്ത് പറയുന്നു? ഈ റമദാൻ മാസത്തിൽ നിങ്ങൾ എല്ലാവരും കൂടി നോമ്പ് വെക്കുക. നോമ്പ് വെക്കുമ്പോൾ അത് നോമ്പ് നിങ്ങൾക്ക് ഞങ്ങൾ ഭക്ഷണം തന്നിരിക്കും എന്ന് പറയുന്ന ഒരു മെസ്സേജാണ് ഇപ്പൊ KMCC കൂടി പോകുന്നത്. അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് പ്രാർത്ഥനാ നിർഭരമായി പകൽ മുഴുവൻ പടച്ചവനിൽ അർപ്പിച്ച വിശ്വാസികൾ ഇതുപോലെ നോമ്പ് തുറക്കുന്നു. ഇതുപോലുള്ള സൗകര്യങ്ങൾ അവർക്ക് എല്ലായിടത്തും ഒരുക്കിയിട്ടുണ്ടാകും. അതിനുശേഷം രാവും പ്രാർത്ഥന തന്നെയാണ്. ഇനിയുള്ള ഒരു മാസം വിശ്വാസികൾക്ക് ഏറ്റവും പുണ്യമായിട്ടുള്ള ഈ മാസം ഇതുപോലെ ആയിരിക്കും. ഷാർജയിൽ നിന്നും മുഷീർ കൊടിയിലിനൊപ്പം സുരേഷ് വെളിമുറ്റം, മാതൃഭൂമി.